സ്പെഷ്യൽ പെർഫോമൻസുമായി ഇനി വേദിയിലേക്ക് എത്തുകയാണ് ശ്രീ കലാലയ സ്കൂൾ ഓഫ് ഡാൻസ് അഞ്ചൽ. അവിടെ നിന്നുള്ള കൊച്ചു കലാകാരന്മാർ. सोमाय नीवे भीमाय नीवे वैद्याय नामेश्वरः
തദേനു തജനു താര തജം തദേനു തജനു താര തജം തകന തജനു 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 താര തജം തദേനു തജനു താര തജം തകന തജനു ശ്രീ കലാലയ സ്കൂൾ ഓഫ് ഡാൻസ് അഞ്ചൽ അവിടെയുള്ള കൊച്ചുമിടുക്കന്മാരും മിടുക്കികളും ചേർന്ന് ചെയ്തൊരു പെർഫോമൻസ് ആയിരുന്നു. നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നല്ല എനർജറ്റിക് പെർഫോമൻസ് ആയിരുന്നു. നമുക്കൊക്കെ ഹാപ്പിയായി കേട്ടോ. വെരി ഗുഡ്, വെരി ഗുഡ്. സോ നമുക്ക് ഇവരുടെയൊക്കെ പേരൊക്കെ ഒന്ന് ചോദിച്ച് ഇവരെ പരിചയപ്പെടാം. ഓക്കെ, മോളുടെ പേരെന്താ? മൈക്കിൽ പറയും. അപർണ. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 8th. 8th പഠിക്കുന്നത്. ഓക്കെ, കുറെ നാളായോ ക്ലാസിക്കൽ ഡാൻസ് പഠിക്കുന്നത്? ഓക്കെ, ശരി. അടുത്ത ആള് നന്ദന. നന്ദന. ഏത് ക്ലാസ്സിലാ? 8th. ഓക്കെ. നേഹ 8th പഠിക്കുന്നു. നേഹ 8th. എല്ലാവരും 8th വീണ 7th പഠിക്കുന്നു. ഓക്കെ. ആദിത്യ 7th പഠിക്കുന്നു. ഓക്കെ. ലക്ഷ്മി 10th പഠിക്കുന്നു. 10th പഠിക്കുന്നു. ആഹാ. സൂര്യ 7th പഠിക്കുന്നു. 7th. ഓക്കെ. ഹന്ന 6th പഠിക്കുന്നു. 6th പഠിക്കുന്നത്. ഇപ്പോഴൊരു കൺഫ്യൂഷൻ ഉണ്ട് 6th ആയോ എന്നുള്ള കാര്യത്തിൽ. ഹന്നയ്ക്കാണോ? ഹന്ന. വിജയ് പ്രകാശ് 5th പഠിക്കുന്നു. ആഹാ. സൂര്യപ്രതാപ് ഡിഗ്രിക്ക് പഠിക്കുന്നു. ഓക്കെ, ഡിഗ്രിക്ക് പഠിക്കുന്നു. ശരി. ഓക്കെ, അപ്പോൾ ഇവർ ഇത്രയും പേര് ചേർന്നിട്ടാണ് നല്ലൊരു പെർഫോമൻസ് നമുക്ക് വേണ്ടി ഒരുക്കിയത്. സോ വെരി ഗുഡ്. വൺസ് അഗെയിൻ കൺഗ്രാറ്റുലേഷൻസ്. എന്ത് പറയുന്നു? പണ്ടുള്ള ആളുകൾ പെൺകുട്ടികളെ ഭരതനാട്യം പഠിപ്പിക്കും, ആൺകുട്ടികളെ കളരിപ്പയറ്റ് പഠിപ്പിക്കും അല്ലേ? അന്നൊക്കെ കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലം ഉണ്ടായിരുന്നു, ആരോഗ്യമുണ്ടായിരുന്നു. അന്നത്തെ പെൺകുട്ടികൾ മാത്രമല്ല, അന്നത്തെ ഒരുമാതിരിപ്പെട്ട സ്ത്രീകളും ഭരതനാട്യം പഠിക്കുമായിരുന്നു. ഇത് പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഞാൻ കാമുകി എന്ന് പറഞ്ഞ സിനിമയുടെ ലൊക്കേഷനിൽ ചെന്നപ്പോൾ ഒരു നല്ല ഏജ് ആയിട്ടുള്ള ഒരു ചേച്ചി അവിടെ വന്നേക്കുക. അപ്പോൾ ഇവർക്ക് ഈ പറയുന്ന പ്രായം നമുക്ക് തോന്നിക്കുന്നില്ല. അവരുടെ പ്രസരിപ്പ്, അവർ സ്റ്റെപ്പ് കയറി പോണ ആ സ്റ്റെപ്പൊക്കെ നമ്മൾ 3 പ്രാവശ്യം നിന്ന് വെച്ചാൽ കയറി മേളിൽ ചെല്ലണേ. ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങൾ സ്റ്റെപ്പ് കയറി പോകണം. അപ്പം ഞങ്ങൾ ചോദിച്ചു, ചേച്ചി എന്താണ് ചെയ്യുന്നത്? ഞാൻ ഭരതനാട്യം വർഷങ്ങളായിട്ട് കുട്ടിയായിരുന്ന സമയത്ത് മുതൽ ഭരതനാട്യം പഠിക്കുകയാണ്, അത് ഇപ്പോഴും പഠിക്കുന്നു എന്ന്. അപ്പം ഇതിൻ്റെ ഹസ്ബൻഡും മോളൊക്കെ അവിടെ വന്നേക്കോ ലൊക്കേഷനിൽ. നമ്മൾ ഒട്ടും പറയില്ല ഇത് ഇവരുടെ മോളും മോനോ എന്നൊക്കെ പറയില്ല. കാരണം അത്രയ്ക്ക് പ്രായം തോന്നിക്കില്ല. കാരണം അവർ പഠിച്ച ആ നൃത്തത്തിൻ്റെ ഒരു മേന്മയാണ്. നമ്മുടെ പണ്ട് പാരമ്പര്യമുള്ള ആളുകൾ പഠിപ്പിച്ചിരുന്നത് അങ്ങനെയാണ്. ഇന്ന് അതിൽ നിന്നൊക്കെ മാറ്റി പിള്ളേർ കളിക്കാൻ പോലും പോകുന്നില്ല. എല്ലാവരും ഗ്രിൽഡ് ചിക്കനൊക്കെ തിന്ന ബ്രോയിലർ ചിക്കൻ്റെ കൂട്ടാണ് പിള്ളേരൊക്കെ നടക്കണേ. എന്തായാലും വളരെ ഗംഭീരമായിരുന്നു. കണ്ട കുഞ്ഞുമക്കളൊക്കെ എന്ത് സ്മാർട്ടായിട്ടാണ് ആ ഡാൻസ് കളിച്ചത്. ഒരു കുഴച്ചലോ ഒന്നുമില്ലാതെ പക്കയായിട്ട് നിന്ന് ഡാൻസ് കളിച്ചു. ആ പ്രസരിപ്പ് ഇപ്പോഴും ഉണ്ട്. ഇത് നിങ്ങൾ മാക്സിമം കീപ്പ് ചെയ്യണം കേട്ടോ. ഇതോടൊപ്പം തന്നെ കൊണ്ടുപോകണം. വളരെ ഗംഭീരമായിരുന്നു. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. അടിപൊളിയായിരുന്നു, സൂപ്പർ.
ഉഗ്രൻ പെർഫോമൻസ് ആയിരുന്നു. എല്ലാ മക്കളും നന്നായിട്ട് ഡാൻസ് ചെയ്തു. മോനെ വരുന്ന അടിപൊളി, സൂപ്പറായിരുന്നു കേട്ടോ. കൊച്ചുമോനും എല്ലാവരും എടുത്തു പറയാൻ ഒരാളെ മാത്രം എടുത്തു പറയേണ്ട കാര്യമില്ല. എല്ലാവരും ഒരേപോലെ അതെ. അവരുടെ ഭാഗം ഭംഗിയായിട്ട് നിർവഹിച്ചു എന്നുള്ളതാണ്. സൂപ്പറായിരുന്നു. അപ്പൊ എല്ലാവരും ഹാപ്പി അല്ലേ? ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച്. നമുക്ക് വീണ്ടും കാണാം.